40,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ തലയോട്ടിയാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇതുമ്മ മാത്രം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇത് നമ്മുടെ മോഡേൺ ഡേ ഹ്യൂമന്റെ സ്കള്ളും കൂടി ഇങ്ങനെ അടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഈ സ്കള്ള് എന്തുമാത്രം വലിയതാണെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സ്കളിന്റെ ക്രേനിയൽ കപ്പാസിറ്റി, അതായത് നമ്മുടെ ബ്രെയിനിന്റെ വോളിയം എന്ന് പറയുന്നത് ഏകദേശം 1525 തൊട്ട് 1600 ക്യൂബിക് കപ്പാസിറ്റി വരെയാണ്. നേരെ മറിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ക്രേനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1200 1400 ആ ഒരു റേഞ്ചിലാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ബ്രെയിനിന്റെ വലിപ്പം ഇങ്ങനെ ചെറുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 33 ലക്ഷം വർഷങ്ങൾ മുന്നേ ജീവിച്ചിരുന്ന നമ്മുടെ മനുഷ്യന്റെ പൂർവികർ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആഫ്രിക്കാനസ് എന്ന് വിളിക്കപ്പെടുന്ന സ്പീഷീസിന്റെ തലയോട്ടിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഈ സ്പീഷീസിന്റെ പേരിൽ നിന്ന് തന്നെ ഇവ ആഫ്രിക്കയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവരുടെ ബ്രെയിന്റെ വോളിയം എന്ന് പറയുന്നത് 428 cc മുതൽ 625 cc വരെയാണ്. അതായത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ബ്രെയിൻ സൈസ് ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്നാൽ 18-19 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു സ്പീഷീസ് ആണ് ഇത്. ഹോമോ എറക്ടസ് എന്നാണ് ശരിക്കും ഈ സ്പീഷീസിന്റെ പേര്. ഹ്യൂമൻ സ്പീഷീസിൽ വെച്ച് ഏറ്റവും കൂടുതൽ നാളെ സർവൈവ് ചെയ്ത ഒരു സ്പീഷീസും കൂടിയാണ് ഇത്. അതായത് മനുഷ്യരെന്ന് പറയുന്നത് നമ്മളെ പോലെ ഹോമോസേപ്പിയൻസ് എന്നുള്ള സ്പീഷീസ് മാത്രമായിരുന്നില്ല, ഒരുപാട് സ്പീഷീസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിലത്തെ 2 സ്പീഷീസ് ആണ് നേരത്തെ പറഞ്ഞ ഹോമോ എറക്ടസും ആഫ്രിക്കാനസും. ഹോമോ എറക്ടസിന്റെ ബ്രെയിനിന്റെ ആവറേജ് വലുപ്പം എന്ന് പറയുന്നത് 700 cc തൊട്ട് 1300 cc വരെയാണ്. അതായത് ആഫ്രിക്കാനസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ബ്രെയിൻ സൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം ഏകദേശം 6 ലക്ഷത്തോളം വർഷങ്ങൾ മുന്നേ ജീവിച്ചിരുന്ന ഒരു ഹ്യൂമൻ സ്പീഷീസിന്റെ തലയോട്ടിയാണ് ഇത്. ഇവരുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1100 cc തൊട്ട് 1400 cc വരെയായിട്ട് ഉയർന്നു. ഈ സ്പീഷീസിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നത് ആഫ്രിക്കയിലും യൂറോപ്പിലും വെച്ചാണ്. അതിനുശേഷം ഏകദേശം 4,30,000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു സ്പീഷീസിന്റെ തലയോട്ടിയാണ് ഈ കാണുന്നത്. ഈ സ്പീഷീസിന്റെ പേര് ഹോമോ നിയാൻഡർതാലസ് എന്നാണ്. ഇവരുടെ ബ്രെയിന്റെ വലുപ്പമാണെങ്കിൽ 1200 cc തൊട്ട് 1750 cc വരെ വലുതായിരുന്നു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ബ്രെയിന്റെ സൈസ് കൂടി വരുന്നതായിട്ടുള്ള ഒരു ട്രെൻഡാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ പോയി 1,60,000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഹോമോസേപ്പിയൻസിന്റെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1450 cc ആണ്. ഞാനിപ്പോ ഈ പറഞ്ഞ ഒബ്സർവേഷൻസ് ഒക്കെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിലോട്ട് പോകുന്ന ഒരു ഗ്രാഫായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. കാരണം നമ്മുടെ ബ്രെയിന്റെ കപ്പാസിറ്റി കൂടി വരുന്നതായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 3000 വർഷങ്ങളായിട്ട്, അതായത് 3000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബ്രെയിന്റെ കപ്പാസിറ്റി പെട്ടെന്ന് താഴ്ത്തോട്ട് വന്നൊരു ഗ്രാഫ് വന്നു. അതായത് എന്തോ റീസൺ കൊണ്ട് നമ്മുടെ ബ്രെയിന്റെ വോളിയം ഡ്രമാറ്റിക്കലി കുറഞ്ഞു. ഹ്യൂമൻ എവല്യൂഷനിലെ ഒരു സ്പീഷീസ് ഒഴികെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡൗൺ ട്രെൻഡ് കാണുന്നത്. അത് ഞാൻ ഇത്ര നേരം പറഞ്ഞത് 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സംഭവങ്ങളുടെ ബ്രെയിൻ കപ്പാസിറ്റി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് 3000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവമാണ്. അതായത് ഈ ഒരു എവല്യൂഷൻ വളരെ റീസെന്റ് ആയിട്ട് നടന്ന ഒരു എവല്യൂഷനാണ്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത്? ഈ സംഭവം നമ്മുടെ ലോകത്ത് ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല, ലോകമെമ്പാടും തന്നെ ഈ ഒരു സെയിം ട്രെൻഡാണ് കണ്ടുവരുന്നത്. കാടുകളിൽ ജീവിച്ചു വരുന്ന ഒരു ആനിമൽ സ്പീഷീസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതേ സ്പീഷീസ് തന്നെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണെന്നും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതായത് സ്പീഷീസ് സെയിം തന്നെ ഒരു കൂട്ടം കാട്ടിലാണെങ്കിൽ ഒരു കൂട്ടം നമ്മുടെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിരിക്കും. ഇവിടെ കാട്ടിൽ ജീവിക്കുന്ന ഒരു സ്പീഷീസിന്റെ കേസ് എടുക്കുക. അവർക്ക് ഈ കാട്ടിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അവർ മാക്സിമം കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. അതായത് എപ്പോ വേണമെങ്കിലും അവർ ആക്രമിക്കപ്പെടാം എന്നുള്ള രീതിയിൽ വളരെ കോഷ്യസ് ആയിട്ടായിരിക്കും ഈ ജീവികൾ ജീവിക്കുന്നത്. അതുമാത്രമല്ല, ഇവർക്കിടയിൽ ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അവിടെ അങ്ങനത്തെ ഡോമിനൻസും കാര്യങ്ങളൊക്കെ ശരിക്കും ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. അതിനോടൊപ്പം തന്നെ ഇവരുടെ ബേസിക് സർവൈവലിന് വേണ്ടിയിട്ട് ഭക്ഷണം വേണം. അപ്പൊ അതൊക്കെ ഇവർക്ക് ഹണ്ട് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ കാട്ടിൽ ജീവിക്കുന്ന ജീവികൾക്ക് ചെയ്യേണ്ട ആവശ്യം. പക്ഷെ നേരെ മറിച്ച് അതേ സ്പീഷീസ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച പട്ടിയാണെന്ന് വിചാരിച്ചോ, അതിന് ഫുഡിന്റെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല, അതിന് മറ്റുള്ളവരായിട്ട് തല്ലുപിടിക്കേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന പോലെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നതെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മൈൻഡ് എന്ന് പറയുന്നത് ഈ കാട്ടിൽ ജീവിക്കുന്ന സ്പീഷീസ് ആയിട്ട് വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഇതേ സിറ്റുവേഷൻ തന്നെ ഒരു 10,000 വർഷങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കാട്ടിൽ ജീവിക്കുന്ന സ്പീഷീസിന്റെ ബ്രെയിന്റെ വലിപ്പവും ഈ പറയുന്ന ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമലിന്റെ ബ്രെയിന്റെ വലിപ്പവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 സെയിം സ്പീഷീസ് ആണെങ്കിൽ 2 ബ്രെയിന്റെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാവും. അതായത് ഈ രണ്ട് രീതിയിലുള്ള എൻവയോൺമെന്റിൽ വന്നത് കൊണ്ട് തന്നെ രണ്ടിന്റെയും എവല്യൂഷന് നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഹ്യൂമൻസിന്റെ കേസിൽ വന്നപ്പോൾ ഒരു സെൽഫ് ഡൊമസ്റ്റിക്കേഷൻ എന്നുള്ള ഒരു കേസായിട്ട് മാറി. അതായത് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണ് നമ്മൾ.
നമ്മളായിരിക്കും ഈ പറയുന്ന ആനിമൽസിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ പെറ്റാക്കുകയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇതേപോലെ ഈ കാടുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഡെയിലി സർവൈവ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലാണ് ശരിക്കും നമ്മൾ വളർന്നു വന്നത്. അതായത് ഭക്ഷണത്തിനായിക്കോട്ടെ, മറ്റുള്ള സ്പീഷീസ് നമ്മൾ ആക്രമിക്കുമോ എന്നുള്ള ഒരു പേടി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം കൊണ്ട് തന്നെ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അതിന്റെ ഇടയിൽ കൂടെ മനുഷ്യർ തമ്മിൽ അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഹ്യൂമൻസ് എല്ലാവരും സോഷ്യലൈസ് ആവാൻ തുടങ്ങി. ഇതേ സിറ്റുവേഷൻ ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഗ്രഷൻ, നമ്മൾ പരസ്പരം ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അതായത് മനുഷ്യരെ തന്നെ സെൽഫായിട്ട്, അത് സ്വയം ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് വരുന്നത്. ഇത്തരം ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് ഇത്ര വലിയ ബ്രെയിനിന്റെ ആവശ്യം ശരിക്കും അവിടെ വരുന്നില്ല. എവല്യൂഷൻ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ ബ്രെയിനിന്റെ വലുപ്പം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ സെൽഫായിട്ട് ഡൊമസ്റ്റിക്കേറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നിരിക്കുകയാണ്. ഇതിനോടൊപ്പം ചേർത്ത് പിടിക്കാൻ പറ്റുന്ന വേറൊരു തിയറിയും കൂടിയുണ്ട്. അതായത് ഒരു 10-12,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് -45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു നമ്മുടെ ഭൂമിയിലത്തെ ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്. ഇതിനെ നമ്മൾ ഐസ് ഏജ് എന്നൊക്കെ പറയും. ഈ കാലഘട്ടത്തിൽ ഭക്ഷണം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടി തമ്മിൽ തല്ലുകയും ഫൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രകൃതിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ ഐസ് ഏജ് കഴിഞ്ഞതോടെ തന്നെ നമ്മുടെ ഭൂമിയിലത്തെ ടെമ്പറേച്ചർ പയ്യെ കുറഞ്ഞ് അത്യാവശ്യം വോമായി തുടങ്ങി. ഐസ് ഏജിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വലിയ മൃഗങ്ങളെയാണ് ഹണ്ട് ചെയ്തിരുന്നതെങ്കിൽ കാലം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമ്മൾ ചെറിയ മൃഗങ്ങളെ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഒരുപാട് ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ടൂൾസും വെപ്പൺസും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കേണ്ട വർക്ക് പയ്യെ കുറച്ചുകൊണ്ട് വന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ കൂടുകയും അഗ്രികൾച്ചർ എന്ന ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മനുഷ്യർ വരികയും ചെയ്തു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകും തോറും നമ്മുടെ ബ്രെയിനിന്റെ പീക്ക് യൂസേജ് അതിങ്ങനെ കുറഞ്ഞു വന്നു. ഏകദേശം 3000-3500 വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ ഭൂമിയിൽ സിവിലൈസേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതായത് ഈജിപ്റ്റ് ആയിക്കോട്ടെ, മയൻ സിവിലൈസേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും എല്ലാ സിവിലൈസേഷനും കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഭവമാണ് അവർക്ക് എഴുത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. ഒരു സംഭവം എഴുതി വെക്കുന്നതിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ആ സംഭവം നമ്മൾ പിന്നെ മറന്നു പോയാലും നമുക്കത് നോക്കി വായിക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ റിക്കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. ഇങ്ങനത്തെ ഒരു ഇൻവെൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന്റെ പീക്ക് പവർ നമ്മൾ പിന്നെയും കുറച്ച് ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ പോയി നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ ജസ്റ്റ് ഫോൺ എടുക്കും, ഗൂഗിൾ ചെയ്യും. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി അറിയണമെങ്കിൽ നേരെ ഡിക്ഷണറി എടുക്കുക, അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ നോക്കുക, ലൈബ്രറി പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യാനുള്ള സിറ്റുവേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും, ഏതൊരു ടോപ്പിക് വേണമെങ്കിലും ജസ്റ്റ് ഈ ഫോണിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ലോകത്തുള്ള എല്ലാ ഇൻഫർമേഷനും മെറ്റീരിയലൈസ് ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ വച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരു 99.999% ആൾക്കാരും നമ്മുടെ ബ്രെയിനിന്റെ ഒരു പൂർണ്ണ കപ്പാസിറ്റി, അതായത് നമ്മുടെ ബ്രെയിൻ മാക്സിമം യൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ജോലിക്ക് പോവാ, പഠിക്കുക, പാസ്സാവുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേറെ ഒരുപാട് കാര്യങ്ങൾക്കും കൂടിയാണ്. ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ ബോധവല്ല. നമ്മളെ തന്നെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആക്കിയേക്കുന്ന ഒരു സിറ്റുവേഷനാണ് ശരിക്കും ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടുത്തെ ഒരു എക്സെപ്ഷൻ എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട്നെസ് കുറയുന്നില്ല. കഴിഞ്ഞ ഒരു 50-60 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഭൂമിയിലുണ്ടായ ടെക്നോളജിക്കൽ മാർവൽ ശരിക്കും ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ്, നേരെ മുകളിലേക്ക് പോയിട്ടുള്ള ഗ്രാഫാണ്. പൊതുവെയുള്ള ഒരു മിസ്അസംപ്ഷൻ ആണ് നമ്മുടെ ബ്രെയിന് വലിപ്പം കൂടുതലാണെങ്കിൽ, അതായത് വലിയ ബ്രെയിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഐക്യം പറയുന്ന നല്ല സ്മാർട്ടായിരിക്കും, നല്ലോണം മാർക്കൊക്കെ കിട്ടുന്നതൊക്കെ അത് ശരിക്കും പറഞ്ഞൊരു മിത്ത് മാത്രമാണ്. അതായത് മനുഷ്യർ പല സൈസുകളിൽ കണ്ടുവരുന്നുണ്ട്. വലിയ മനുഷ്യർ കണ്ടുവരുന്നുണ്ട്, ചെറിയ മനുഷ്യർ കണ്ടുവരുന്നുണ്ട്. മനുഷ്യന്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അവരുടെ ബ്രെയിനിന്റെ വലുപ്പം കൂടുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഈ വലിയ മനുഷ്യനും ചെറിയ മനുഷ്യനും തമ്മിലുള്ള സ്മാർട്ട്നെസ്സിന്റെ യാതൊരു രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടായിട്ടായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ഒരാളുടെ ബ്രെയിൻ അദ്ദേഹം എങ്ങനെ യൂസ് ചെയ്യുന്നു അതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ സ്മാർട്ട്നെസ് നമ്മൾ ശരിക്കും ജനറലി നമ്മൾ നോക്കുന്നത്. ജനറലി മെയിൽസിന്റെ ബ്രെയിനിന്റെ വോളിയം ഫീമെയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് കണ്ടുപിടിച്ചേക്കുന്നത്. അതിന്റെ അർത്ഥം ആണുങ്ങൾ പെണ്ണുങ്ങളെ ബുദ്ധിശാലികളാണെന്നല്ല, അത് ശരിക്കും പറഞ്ഞ ഒരു മിത്താണ്. ഒരുപാട് ആർട്ടിക്കിൾസിലൊക്കെ മെൻ വുമണിനേലും സ്മാർട്ടർ ആണ്, ഒരുപാട് എഫിഷ്യന്റ് ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരാൾ അദ്ദേഹത്തിന്റെ ബ്രെയിൻ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ സ്മാർട്ട്നെസ് ശരിക്കും അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്.
ഏതൊരു സിറ്റുവേഷൻ പോലെ നമ്മളൊരു സംഭവം ഇങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ, അത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളൊരു സംഭവം ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ സംഭവത്തിന്റെ യൂസ് പയ്യനെ കുറഞ്ഞു വരികയും അത് പല സ്പീഷീസിൽ പല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഹ്യൂമന്റെ കേസിൽ നമ്മുടെ ബ്രെയിൻ ചെറുതായി വരുന്നതാണ് ശരിക്കും ആ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് കാട്ടിൽ ജീവിക്കുന്ന ഒരു പോത്തിനെ നമ്മൾ വളർത്തുന്ന ഒരു പോത്തിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ കാട്ടിൽ ജീവിക്കുന്ന പോത്ത് ഒരുപാട് സർവൈവലും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരു പോത്തായതുകൊണ്ട് തന്നെ അവരുടെ അഗ്രഷനും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും എന്തിനു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വളർത്തു മൃഗത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇന്ന റീസൺ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.